ഈസ്റ്റർ എഗ്സ് അല്ലെങ്കിൽ പാസ്കൽ എഗ്സ് ഡൈ ചെയ്ത, കളർ ചെയ്ത അല്ലെങ്കിൽ ഡിസൈൻസ് ഒക്കെ വരച്ച് ഭംഗിയാക്കിയ ചിക്കൻ എഗ്സ് പരസ്പരം ഈസ്റ്റർ ഹോളിഡേയ്സിന് കൈമാറുന്നതിനാണ് നമ്മൾ ഈസ്റ്റർ എഗ്സ് എന്ന് പറയുന്നത്. സാധാരണ ജനറലി ട്രഡീഷണലി നമ്മൾ പറയുകയാണെങ്കിൽ ഈ എഗ്സ് എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റിനെ, റീബർത്തിനെയാണ് സിംബോളൈസ് ചെയ്യുന്നതെങ്കിൽ, ക്രിസ്ത്യാനിറ്റിയിലോട്ട് വരുമ്പോൾ നമുക്ക് പറയാം ഈ എഗ്സ് എന്ന് പറയുന്നത് ഇവർ സിംബോളൈസ് ചെയ്യുന്നത് ഒഴിഞ്ഞ ജീസസിൻ്റെ കുഴിമാടത്തെയാണ്. അതായത് ഉയർപ്പിന് ശേഷമുള്ള ജീസസിൻ്റെ ഒഴിഞ്ഞ കുഴിമാടത്തെ. അതുകൊണ്ട് ഈസ്റ്റർ ദിനങ്ങളിൽ അല്ലെങ്കിൽ ഈസ്റ്റർ ഹോളിഡേയ്സിലാണ് ഇവരിത് പരസ്പരം കൈമാറാറുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിന് നമ്മൾ റെഡ് കളേർഡായിട്ട് ഇവർ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ട്രഡീഷണലി ഇത് കൈമാറിക്കൊണ്ടിരുന്നപ്പോൾ ഇതിന് റെഡ് കളറായിരുന്നു ഈ എഗ്ഗിന് കൊടുത്തുകൊണ്ടിരുന്നത്. അത് എന്തിനെ സിംബോളൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീസസിൻ്റെ ബ്ലഡിനെ, അതായത് ക്രൂസിഫിക്കേഷൻ്റെ സമയത്തുള്ള ജീസസിൻ്റെ ബ്ലഡിനെയാണ് സിംബോളൈസ് ചെയ്യുന്നത്. അങ്ങ് മീസപ്പൊട്ടാമിയൻ തൊട്ട് ഇപ്പോൾ സെൻട്രൽ ഈസ്റ്റ് യൂറോപ്പ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ചരിത്രം തന്നെയുണ്ട് ഈ ട്രഡീഷന്. മോഡേൺ രീതികളിലോട്ട് വന്നപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസിൽ മാറ്റം ഉണ്ടായി. അതായത് എഗ് ഷേപ്പുള്ള ചോക്ലേറ്റുകളോ അല്ലെങ്കിൽ ചോക്ലേറ്റോ കളർ പേപ്പറുകളിലോ ഫോയിലുകളിലോ പൊതിഞ്ഞു കൊടുക്കുകയോ, വുഡൻ എഗ്ഗ് കാർവ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എഗ്ഗിൽ ചോക്ലേറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുന്നു. ഇപ്പോഴും സെൻട്രൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ യൂറോപ്പിൽ ഈ കസ്റ്റം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു ഈസ്റ്റർ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ.